ന്യൂസ് 16 കേരള. പഹൽഗാം ആക്രമണം അടച്ചുപൂട്ടിയ അട്ടാരി വാഗ അതിർത്തി വീണ്ടും തുറന്ന പാകിസ്ഥാൻ. പഹൽഗാം ആക്രമണത്തെ തുടർന്ന് ഇന്ത്യ നാടുകടത്തിയ പാകിസ്ഥാൻ പൗരന്മാരെ തിരിച്ചെത്തിക്കാൻ അനുവദിച്ചുകൊണ്ട് അട്ടാരി വാഗ അതിർത്തി വീണ്ടും തുറന്ന പാകിസ്ഥാൻ. ഡസൻ കണക്കിന് പാക് പൗരന്മാർക്ക് മടങ്ങാൻ അനുമതി നൽകുന്നതാണ് നീക്കം. ഇന്നലെ അതിർത്തിയിൽ ചെറിയ സംഘർഷമുണ്ടായിരുന്നു. പാക് പൗരന്മാർക്ക് അതിർത്തി വിടാൻ ഇന്ത്യ സൗകര്യമൊരുക്കിയിട്ടും സ്വന്തം പൗരന്മാരെ സ്വീകരിക്കാൻ പാകിസ്ഥാൻ വിസമ്മതിച്ചിരുന്നു. 3 ഡസനിലധികം പാകിസ്ഥാൻ പൗരന്മാരാണ് ഇതു കാരണം അനിശ്ചിതത്വത്തിലായത്. പാകിസ്ഥാൻ ഭാഗത്തെ ഗേറ്റുകൾ അടച്ചിരിക്കുന്നതിനാൽ അട്ടാരിയിലെ ഇന്റഗ്രേറ്റഡ് ചെക്ക് പോസ്റ്റിലും പലരും കുടുങ്ങി. സാധുവായ രേഖകൾ കൈവശം വെച്ചിരുന്ന പാകിസ്ഥാൻ പൗരന്മാർക്ക് സുഗമമായ യാത്രാ സൗകര്യം ഇന്ത്യ അധികൃതർ ഒരുക്കിയിരുന്നു. ഇസ്ലാമാബാദ് അതിർത്തി തുറക്കാത്ത കാരണം കുട്ടികളും പ്രായമായവരും ഉൾപ്പെടെയുള്ള കുടുംബങ്ങൾ അതിർത്തിയിൽ കുടുങ്ങി. പ്രവേശനം നിഷേധിച്ചതിനെ തുടർന്ന് പാകിസ്ഥാനിൽ നിന്ന് ഔദ്യോഗിക വിശദീകരണവും ഉണ്ടായിരുന്നില്ല. 26 പേരുടെ മരണത്തിനിടയാക്കിയ പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് ഹ്രസ്വകാല വിസയിലുള്ള പാകിസ്ഥാൻ പൗരന്മാർ രാജ്യം വിടണമെന്ന് ഇന്ത്യ നിർദ്ദേശിച്ചിരുന്നു. ഇതിനെ തുടർന്ന് അട്ടാരി വാഗ അതിർത്തിയിൽ അടച്ചുപൂട്ടലിന് മുമ്പുള്ള ആഴ്ചയിൽ വൻ തിരക്കും അനുഭവപ്പെട്ടു. ഇന്ന് ഗേറ്റുകൾ വീണ്ടും തുറന്ന് അതിർത്തിയിൽ കുടുങ്ങിയവർക്ക് ആശ്വാസം നൽകി. എപ്പോൾ മടങ്ങാൻ കഴിയുമെന്നതിനെ കുറിച്ച് കഴിഞ്ഞ രാത്രി അവർക്ക് അനിശ്ചിതത്വമുണ്ടായിരുന്നു. സാധുവായ അനുമതിയോടെ പുറത്തു കടക്കാൻ അനുവദിക്കുക എന്ന നയം ഇന്ത്യൻ വിഭാഗം നിലനിർത്തിയിട്ടും ഇസ്ലാമാബാദിൽ നിന്ന് ഔദ്യോഗിക പ്രഖ്യാപനം ഇല്ലാതെയാണ് അതിർത്തി വീണ്ടും തുടർന്നത്. അതിർത്തിയിൽ കടന്നുള്ള യാത്രകൾ പുനരാരംഭിച്ചെങ്കിലും നയതന്ത്ര സംഘർഷങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസത്തെ അടച്ചുപൂട്ടലിനെ കുറിച്ചോ അതിലെ പിന്നിലെ കാരണങ്ങളെ കുറിച്ചോ പാകിസ്ഥാനിൽ നിന്ന് ഔദ്യോഗിക പ്രതികരണമൊന്നും ഉണ്ടായിട്ടില്ല. ന്യൂസ് 16 ന്യൂസ് ഡെസ്ക്. പക്ഷമില്ല, വിവേചനമില്ല. നേരിനൊപ്പം, നാടിനൊപ്പം, നാട്ടുകാർക്കൊപ്പം. ന്യൂസ് 16 കേരള ചാനൽ.